എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് യുവതാരം തിലക് വർമ്മയെ BCCI അടിയന്തരമായി മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ശ്രീലങ്കയിൽ ഇപ്പോൾ ആവേശകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന തിലക് വർമ്മയുടെ മോശം ക്യാപ്റ്റൻസിയിലും താരം മൈതാനത്ത് കാണിച്ച അച്ചടക്കമില്ലായ്മയിലും BCCIയും സെലക്ടർമാരും കടുത്ത അതൃപ്തിയിലാണ്. ഭാവിയിലെ ഇന്ത്യൻ നായകനായി വളർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് സീനിയർ T20 ടീമിൽ ശ്രേയസ് അയ്യർക്ക് കീഴിൽ തിലകിനെ വൈസ് ക്യാപ്റ്റനാക്കി BCCI വലിയൊരു പരീക്ഷണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് താരത്തിന്റെ നേതൃപാടവം അളക്കാൻ വേണ്ടി ഈ ടീമിന്റെ നായകത്വം BCCI നൽകിയതും. എന്നാൽ ക്രിക്കറ്റ് ബോർഡിന്റെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും ഈ നീക്കം പൂർണ്ണമായും പാളിയെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി ക്യാപ്റ്റന്മാരുടെ നിരയിലേക്ക് ഉയർന്നുവന്ന തിലക് വർമ്മയ്ക്ക് ഇതെന്തുപറ്റിയെന്നാണ് ഇപ്പോൾ ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നത്. ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഇന്ത്യൻ ടീമും ഉൾപ്പെടുന്ന ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യയുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. ടൂർണമെന്റിൽ കളിച്ച ആദ്യ 3 മത്സരങ്ങളിൽ 2ലും ഇന്ത്യ നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഉദ്ഘാടന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ കഷ്ടിച്ചാണ് ഇന്ത്യ ജയിച്ചു കയറിയതെങ്കിൽ പിന്നീട് നടന്ന മത്സരങ്ങളിൽ ടീം പൂർണ്ണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനെതിരെ നടക്കുന്ന അടുത്ത മത്സരത്തിൽ വമ്പൻ മാർജിനിൽ ജയിച്ചില്ലെങ്കിൽ ഇന്ത്യ ഫൈനൽ പോലും കാണാതെ നാണംകെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്താകും എന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിനിൽക്കുന്നത്. ഒരു ഇന്ത്യൻ ടീമിൽ നിന്നും ആരാധകരോ സെലക്ടർമാരോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മോശം പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ഈ തകർച്ചയ്ക്ക് പിന്നിൽ തിലക് വർമ്മയുടെ ക്യാപ്റ്റൻസിയിലെ കടുത്ത പരാജയമാണെന്നാണ് ക്രിക്കറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കളിയിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ കൃത്യമായ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തിലക് പൂർണ്ണമായി പരാജയപ്പെട്ടു. ബൌളിംഗ് മാറ്റങ്ങളിലും ഫീൽഡ് ക്രമീകരണങ്ങളിലും വരുത്തിയ ഗുരുതരമായ പിഴവുകൾ കളി ഇന്ത്യയുടെ കൈകളിൽ നിന്നും നഷ്ടപ്പെടാൻ കാരണമായി. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറിപ്പോകുന്ന ഒരു ക്യാപ്റ്റനെയാണ് മൈതാനത്ത് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യൻ ടീമിനെ പോലെ ലോകോത്തര നിലവാരമുള്ള ഒരു ടീമിന്റെ നായകനാകാൻ തിലക് വർമ്മ ഇനിയും ഒരുപാട് പക്വത കൈവരിക്കാനുണ്ട് എന്നാണ് ഈ ടൂർണമെന്റിലെ പ്രകടനത്തിലൂടെ വ്യക്തമാകുന്നത്. വെറും ബാറ്റിംഗ് മികവ് മാത്രം പോരാ, ഒരു ടീമിനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള മാനസിക കരുത്ത് തിലകിനില്ലെന്ന് BCCI വിലയിരുത്തി കഴിഞ്ഞു. എന്നാൽ ഈ മോശം പ്രകടനത്തെക്കാൾ ഉപരിയായി BCCIയെയും സെലക്ഷൻ കമ്മിറ്റിയെയും കടുത്ത രോഷത്തിലാക്കിയത് മൈതാനത്ത് താരം കാണിച്ച അച്ചടക്കമില്ലായ്മയാണ്. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിനിടെ ഓൺ ഫീൽഡ് അമ്പയർമാരുമായി തിലക് വർമ്മ പലതവണ പരസ്യമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. അമ്പയറുടെ തീരുമാനങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമല്ല, ഒരു ക്യാപ്റ്റന് ഒട്ടും ചേരാത്ത വിധം ആക്രോശിച്ചുകൊണ്ട് പെരുമാറിയത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് മൈതാനത്തിറങ്ങുമ്പോൾ പുലർത്തേണ്ട മാന്യതയും അച്ചടക്കവും തിലക് ലംഘിച്ചു എന്നാണ് BCCIയുടെ വിലയിരുത്തൽ. ഗൗതം ഗംഭീറിനെ പോലുള്ള ഒരു കർക്കശക്കാരനായ കോച്ചിന് കീഴിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന് വ്യക്തമാണ്. ഈ അച്ചടക്ക ലംഘനം തന്നെയാണ് താരത്തിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം തെറിക്കാൻ പ്രധാന കാരണമായി മാറുന്നതും. ഇതോടെ തിലകിന് T20 ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായാൽ ആ സ്ഥാനത്തേക്ക് മലയാളി താരം സഞ്ജു സാംസൺ വരാനാണ് ഇപ്പോൾ 100% സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ചെന്നൈ ടീമിന്റെ തന്ത്രശാലിയായ സൂപ്പർ നായകനും മലയാളികളുടെ സ്വന്തം മുത്തുമായ സഞ്ജുവിനെ ഇന്ത്യൻ T20 നായകസ്ഥാനത്തേക്ക് നേരിട്ട് കൊണ്ടുവരാൻ കോച്ച് ഗൗതം ഗംഭീറിന് കടുത്ത താൽപര്യമുണ്ടായിരുന്നു. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവും കളിയിലെ ശാന്തതയും തന്നെയാണ് ഗംഭീറിനെ ആകർഷിച്ച ഘടകം. എന്നാൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെ കടുത്ത എതിർപ്പും തർക്കങ്ങളുമാണ് ഒടുവിൽ ശ്രേയസ് അയ്യരെ ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ കാരണമായത്. സഞ്ജുവിനെ അവഗണിച്ചുകൊണ്ട് തിലക് വർമ്മയ്ക്ക് വൈസ് ക്യാപ്റ്റൻസി നൽകിയ സെലക്ടർമാരുടെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. ഇപ്പോൾ തിലക് വർമ്മ ക്യാപ്റ്റൻസിയിലും പെരുമാറ്റത്തിലും ഒരുപോലെ പരാജയപ്പെട്ട് വിവാദത്തിലായ സാഹചര്യത്തിൽ BCCIക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായിരിക്കുകയാണ്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കോച്ച് ഗൗതം ഗംഭീർ വീണ്ടും സഞ്ജു സാംസണിന്റെ പേര് ശക്തമായി മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് BCCI വൃത്തങ്ങളിൽ നിന്നും വരുന്ന വിശ്വസനീയമായ വാർത്തകൾ. ശാന്തതയോടെ ടീമിനെ നയിക്കാനും യുവതാരങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും സഞ്ജുവിനുള്ള കഴിവ് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെ തിലകിനെ മാറ്റി സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനാക്കുന്നത് ഇന്ത്യൻ ടീമിന്റെ കെട്ടുറപ്പിന് കൂടുതൽ ഗുണം ചെയ്യും. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ T20 ടീമിൽ വളരെ വലിയ അഴിച്ചുപണികൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒട്ടും വൈകാതെ കമന്റ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ചൂടേറിയ വാർത്തകളും ഫാസ്റ്റ് അപ്ഡേറ്റുകളും ഏറ്റവും വേഗത്തിൽ അറിയാനായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.